ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾ എവിടെ ചെന്നാലും ഓരോരോ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കാരണം ഇവർക്ക് പ്രശ്നങ്ങളില്ലാതെ, സംഘർഷഭരിതമായ സാഹചര്യങ്ങളില്ലാതെ ജീവിക്കാനേ കഴിയില്ല. ഏതേത് നാടുകൾ എടുത്തു നോക്കിക്കൊള്ളൂ. ഞാനത് വിശദീകരിച്ച് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എവിടെ ചെന്നാലും ഈ ബലാക്കൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കും. അതായത് ഇവരവിടെ താമസിക്കുന്നു, ഇവരവിടെ ജീവിക്കുന്നു, ഇവരെന്തോ വലിയ മഹാസംഭവമാണ് എന്ന് മറ്റുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അതായത് നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നതിന് ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കണം എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. ഒരു കിണർ കുഴിക്കുന്നവൻ കിണർ ഇന്ന ആള് കുഴിച്ചിരുന്നതാണ്, ഓരോരോ നവോത്ഥാനം ഉണ്ടാക്കുമ്പോൾ ഇന്ന ആളാണ് അതിന്റെ പിന്നിലുള്ള, ഇങ്ങനെ സംസാരിക്കണമല്ലോ. ഇവരിവിടെ ഉണ്ട് എന്ന് പലരെയും ഒന്ന് ബോധ്യപ്പെടുത്തണം. പിന്നെ മുസ്ലിങ്ങൾ എന്തോ വലിയ സ്പെഷ്യൽ സാധനങ്ങളാണ്, മറ്റുള്ളവര് അവരെ കണ്ട് ഭയപ്പെടണം, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താധാര. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന അവരെന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ആ സംഘടന നിരോധിക്കപ്പെട്ടത്? അവരുടെ മുദ്രാവാക്യങ്ങൾ എല്ലാ പാർട്ടി പ്രസ്ഥാനങ്ങളും വിളിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ മുദ്രാവാക്യം പലപ്പോഴും കുറച്ച് കടന്നുപോയില്ലേ? അതായത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും മുസ്ലിങ്ങളെ ഒഴികെ ഇല്ലാതാക്കാൻ ഞങ്ങൾ കാലന്മാരാണ്, അണയാൻ പോകുന്ന തീ ആയതുകൊണ്ടല്ലേ അത് ആളിക്കത്തിയത്. അതുപോലെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലാ നാടുകളിലും, അതാണ് ഞാൻ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞത്, മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഇവരിത്തരം പ്രശ്നങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇവരെ പോയി ചെറുതായിട്ടൊന്ന് ചൊറിയും. പിന്നീട് ഇവർക്ക് മാന്തി പൊളിക്കല് കിട്ടും. മാന്തി പൊളിക്കല് കിട്ടിക്കഴിയുമ്പോഴേക്ക് പിന്നീട് ന്യൂനപക്ഷ വേട്ട നടത്തുന്നേ, മുസ്ലിം വേട്ട നടത്തുന്നേന്ന് പറഞ്ഞിട്ട് കരയാനും ഇരിക്കും. ഏതേത് പ്രശ്നങ്ങളായിരുന്നാലും ശരി, ആ പ്രശ്നങ്ങളുടെ തുടക്കം ഇവര് പോയി ചൊറിഞ്ഞു വെക്കുന്നതാ. പിന്നീട് കിട്ടുമ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കിട്ടും, അപ്പോഴത്തേക്കിന് കരയാനും നിൽക്കും. അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഒരു വശത്ത് നടക്കുന്നത്. മതമൗലികവാദികൾ ഹിന്ദു ആഘോഷങ്ങളുടെയും നബിദിന റാലികളുടെയും മറവിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. പശ്ചിമബംഗാളിൽ ലക്ഷ്മി പൂജയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടയിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതിപ്പോൾ വലിയ സംഘർഷത്തിനും കൂട്ടപലായനത്തിനും വഴിവെച്ചിരിക്കുകയാണ്. രാജസ്ഥാനിലും ഗുജറാത്തിലും മതമൗലികവാദികൾ കലാപാഹ്വാനവും ഭീഷണി മുദ്രാവാക്യവും വിളിച്ചത് വലിയ വിവാദമായിരുന്നു. ഗുജറാത്തിൽ കല്ലേറ് നടത്താൻ കോൺഗ്രസ് നേതാവ് നേതൃത്വം നൽകിയെന്ന ദൃക്സാക്ഷിമൊഴിയും പുറത്തു വന്നിരുന്നു. പിന്നാലെ ഉത്തർപ്രദേശിൽ ദേശീയ പതാകയെ അവഹേളിച്ചായിരുന്നു സംഘർഷ ശ്രമം നടന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ മതമൗലികവാദികൾ വീണ്ടും സംഘർഷത്തിന് ശ്രമിച്ചിരിക്കുകയാണ്. ദുർഗാപൂജ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ റാലി നടത്താനൊരുങ്ങിയ ഹിന്ദുക്കൾക്ക് നേരെ മസ്ജിദിന് മുന്നിലൂടെയുള്ള യാത്ര അനുവദിക്കില്ലെന്ന നിലപാടെടുത്ത ഇസ്ലാമിസ്റ്റുകൾ പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബാൽദ്രായ് പ്രദേശത്ത് ദുർഗാപൂജയുടെ ഭാഗമായുള്ള വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാനായി സംഘടിപ്പിച്ച റാലിയിൽ DJ ബോക്സുകൾ ഉപയോഗിച്ചതാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രശ്നമായത്. UP പോലീസ് രംഗത്തെത്തിയാണ് സംഭവം നിയന്ത്രിച്ചത്. പാലാബസാർ ടൗണിൽ നിന്നും ആരംഭിച്ച നിമജ്ജന യാത്ര ബാബ ജഗ്ലേനാഥ് മഹാദേവ ക്ഷേത്രത്തിന് സമീപത്ത് എത്തിയ ശേഷം ഒരു മസ്ജിദിന് സമീപത്ത് കൂടിയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. എന്നാൽ DJ സിസ്റ്റത്തിൽ പാട്ടുകൾ കേൾപ്പിച്ചതിനെ തുടർന്ന് മസ്ജിദിന് മുന്നിലൂടെ ഈ യാത്രയെ കടത്തിവിടില്ലെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ചില മതമൗലികവാദികൾ. തുടർന്നുണ്ടായ സംഘർഷത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റു. പിന്നീട് പ്രദേശത്തേക്ക് 100ഓളം മതമൗലികവാദികൾ സംഘടിച്ച് കല്ലേറ് നടത്തുകയും വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. അതേസമയം വാക്കുതർക്കമുണ്ടായ നിമിഷങ്ങൾക്കുള്ളിൽ കല്ലേറും ആക്രമണവും നടന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി പദ്ധതിയിട്ട പ്രകാരമാണ് സംഘർഷം ഉണ്ടാക്കിയെന്ന സംശയം ഉയരുന്നുണ്ട്. പരിക്കേറ്റവരിൽ പോലീസുകാരും ഉൾപ്പെടും. പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രമസമാധാനം നിലനിർത്താൻ വൻ പോലീസ് സന്നാഹത്തെയാണ് പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ക്രമസമാധാന നിലയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ. എവിടെയും പ്രശ്നം കൊടുത്തു വാങ്ങുക. ഇവർക്കിപ്പോൾ DJ പറ്റില്ല, ഡാൻസ് പറ്റില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഓരോരുത്തർക്കും അവനവന്റേതായിട്ടുള്ള ആഘോഷങ്ങൾ അവർ കൊണ്ടാടിക്കോട്ടെ എന്ന് നമുക്കെന്താണ്? പക്ഷേ ഞങ്ങളുടെ മസ്ജിദിന് മുന്നിലൂടെ നിങ്ങൾക്ക് DJയുമായി ഇങ്ങനെ ഹൈന്ദവ ഘോഷയാത്ര നടത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ്? ഞങ്ങളുടെ പള്ളി ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ പള്ളിക്ക് മുമ്പിലൂടെ പോകാൻ പറ്റില്ല. ഇതിന് സിറിയയല്ലല്ലോ. ഇവരിപ്പോഴേ മനസ്സിൽ സങ്കല്പിച്ചു കഴിഞ്ഞു, ഇത് സിറിയയോ അതല്ലെങ്കിൽ അഫ്ഗാനോ ഒക്കെയാണ്, അതുകൊണ്ട് നമ്മളുടെ മതനിയമമാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത്. ഇവരിപ്പോ ന്യൂനപക്ഷമായിട്ട് പോലും ഈ അവസ്ഥയാണെങ്കിൽ ഇവര് കുറച്ചുകൂടി, ഭൂരിപക്ഷം ഒന്നും ആകണ്ട, കുറച്ചുകൂടി ജനസംഖ്യ വളർന്നാൽ ഇവരെന്തായിരിക്കും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവരുടെ മതം, ഇവരുടെ മത ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എല്ലാം ഇവർക്ക് വലുതാണ്. പക്ഷേ മറ്റൊരാളുടെ മതവിശ്വാസത്തെയും അതുപോലെ കാണാൻ ഇവർക്ക് കഴിയുന്നില്ല.
അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഇവരെ പറയില്ല, മറിച്ച് ഇവർ ഫോളോ ചെയ്യുന്ന, ഇവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥം ഇവിടെയുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റവരാരും മനുഷ്യരേ അല്ല. അവരെ ഒന്നും മനുഷ്യരുടെ ഗണത്തിൽ പോലും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. വിശ്വാസികളാകുന്ന മുസ്ലിങ്ങളുടെ ജീവന്, അവരുടെ അഭിമാനത്തിന്, അവരുടെ സമ്പത്തിന്, അവരുടെ ജീവിതത്തിന്, അവരുടെ മരണത്തിന്, ഇതിനെല്ലാം ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ആ മുസ്ലിങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ആത്മാഭിമാനത്തിനും ഒന്നും ഇസ്ലാം ഒരു 5 പൈസയുടെ വില പോലും കൽപ്പിക്കുന്നില്ല. നമുക്കറിയാം, നബിദിന റാലി ഇപ്പോൾ യൂറോപ്പിലടക്കം ഇവര് അഭയം ചോദിച്ച് കയറി ചെന്നതാണ്. ഇവരുടെ അനുയായികൾ കാരണം തന്നെ പീഡനം അനുഭവിക്കുകയും ഇവർ അഭയാർത്ഥികളാകുകയും യൂറോപ്യൻ നാടുകളിലേക്ക് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെല്ലുകയും ചെയ്തിട്ട് അവരുടെ ഔദാര്യം പിടിച്ചുപറ്റി കുറച്ചുകൂടിയൊക്കെ ഗ്രിപ്പുണ്ടായി കഴിയുമ്പോൾ അവരുടെ വിശാല മനസ്സ് മുതലെടുത്ത് ചൂഷണം ചെയ്ത് അവരവിടെ ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൊടികളും തോരണങ്ങളും പിന്നീട് കൊലവിളികളായി അവരുടെ മത ആചാരങ്ങൾ അതുപോലെ നടക്കണമെന്നായി പോതാ നബിദിന റാലി വരെ യൂറോപ്പിൽ സംഘടിപ്പിച്ചത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടവരാണ്. ഫ്രാൻസിൽ എന്താണ് നടന്നത്? ഫ്രാൻസിൽ ഇവർ അഭയാർത്ഥികളായി കയറി ചെന്നതാണ്. അവിടെ സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ കഴുത്തറുത്തു കൊന്നു. എന്തിനാണ്? പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊരു മാഗസിനിൽ വന്നതാണ്, കാർട്ടൂൺ മാഗസിനിൽ വന്നതാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതൊന്ന് കാണിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ കഴുത്തറുത്തു കൊന്നു. നമ്മളുടെ നിലനിൽപ്പ് എന്താണ്? നമ്മുടെ നാടല്ലേ ഇത്? ഇത് ജനാധിപത്യ രാജ്യമാണ്. അതല്ലെങ്കിൽ ഇത് യൂറോപ്യൻ കൺട്രികളിൽ എന്തോ ആണ്. അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഭരണഘടനയും അവരുടെ വിശാല മനസ്സുമൊക്കെ കാരണമാണ് നമ്മൾ ഇവിടെ കുടിയേറി പാർത്തത്. ഏതേത് നാടുകളിൽ പോയാലും ഇവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇനിയിപ്പോ ഇവര് സൗദി അറേബ്യയിൽ പോയി, അവിടെ ഇവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഉഡായിപ്പുകൾ നടക്കുമോ? ഇല്ല. അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്, ആ നാടിനൊരു നിയമമുണ്ട്. പക്ഷെ ഇവര് കാലുകുത്തിയ മുഴുവൻ നാടുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ നാട്ടിലെ ആളുകളുടെ സമാധാന ജീവിതം തകർത്ത് ക്രമസമാധാന നില തകരാറിലാക്കി ഇവരെന്തോ വലിയ സംഭവമാണ് ഭയപ്പെടുത്തി അവരെയൊക്കെ ഭിന്നിപ്പിക്കാമെന്നും അവരെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താമെന്നും അങ്ങനെ വരുതിയിലാക്കാം എന്നും ഒക്കെ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതുപോലെ ഈ മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരു 4-5 ലക്ഷം ആളുകളെയൊക്കെ അണിനിരത്തി കേരളത്തിലെ കോഴിക്കോട് ഒന്ന് കാണിച്ചു കൊടുത്തു. ഞങ്ങളിതാ മഹാജന സമ്മേളനം, ഞങ്ങൾ ഇത്രയധികം ജനപ്പെരുപ്പമുണ്ട്, ഇനി ഞങ്ങൾക്ക് എന്തും സാധിക്കും. ഇതിന്റെ എത്രയോ ഇരട്ടി വലുതാണ് ഇന്ത്യയുടെ സൈന്യം. അത് മനസ്സിലാക്കാതെ വെല്ലുവിളിക്കാൻ തുടങ്ങി. സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നിങ്ങൾ രക്തസാക്ഷികളാകണമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറയാൻ തുടങ്ങി. എന്നിട്ട് ആ പറഞ്ഞ ആളിപ്പോ വീട്ടിൽ പമ്മിയിരിക്കാം. നിങ്ങൾ ഹർത്താൽ, നമ്മുടെ സംഘടനയ്ക്ക് ഇവിടെ പ്രവർത്തിക്കണ്ടേ, നമ്മുടെ ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ഹർത്താൽ അടിച്ചു തകർത്തോ, എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്തോ. എന്നിട്ട് ആ നേതാവ് ഇപ്പോഴും ഒളിവിലാണ്. പിന്നെ സത്താറുണ്ടാക്കിയ പുകിലാണെങ്കിൽ പറയാനുമില്ല. സത്താറ് നൽകിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പിടിക്കപ്പെട്ടു. നോക്കാം നമുക്ക് ചെറുതായിട്ട്. പുതിയ തെളിവുകൾ കിട്ടിയെന്ന് NIA. ജയിലിൽ കഴിയുന്ന 4 PFI നേതാക്കൾ വീണ്ടും കസ്റ്റഡിയിൽ. കൊച്ചി. പോപ്പുലർ ഫ്രണ്ട് കേസിൽ ജയിലിൽ കഴിയുന്ന 4 പ്രതികളെ വീണ്ടും NIA കസ്റ്റഡിയിൽ വിട്ടു. പോപ്പുലർ ഫ്രണ്ട് സോണൽ സെക്രട്ടറി ഷിഹാസ്, CT സുലൈമാൻ, സേനുദ്ദീൻ സാദിഖ് അഹമ്മദ് എന്നിവരെയാണ് ഈ മാസം 15 വരെ കൊച്ചിയിലെ NIA പ്രത്യേക കോടതി കസ്റ്റഡിയിൽ വിട്ടത്. കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ച പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 4 പ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് NIA സംഘം കോടതിയെ സമീപിച്ചത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് NIA കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 14 പേരാണ് അറസ്റ്റിലായത്. ഇവരെയെല്ലാം നേരത്തെ ചോദ്യം ചെയ്ത ശേഷം ജയിലിലേക്ക് തിരിച്ചയച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സത്താറിനെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്തു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും പരിശോധിച്ചു. സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള രേഖകളിലാണ് വിശദമായ പരിശോധന നടന്നത്. ഈ പരിശോധനയിൽ കണ്ടെടുത്ത പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 4 പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ NIA തീരുമാനിച്ചത്.
അതിനിടെ NIA കേസിൽ ജാമ്യം തേടി പോപ്പുലർ ഫ്രണ്ട് നേതാവായ അബൂബക്കർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. തന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. NIA പിടിച്ച പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീടാണ് സത്താർക്ക ചില കാര്യങ്ങൾ തത്ത പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു. കാരണം സത്താർക്കാർക്കറിയാം തടി കേടാവും, ചിലപ്പോൾ കേടാക്കിയിട്ടും ഉണ്ടാകും. അതുകൊണ്ട് റൌഫിക്ക എവിടെയുണ്ടെന്ന് മാത്രം സത്താർക്ക ഇതുവരെ പറഞ്ഞിട്ടില്ല. അതും പറയുമെന്ന് വിചാരിക്കാൻ ഇനി റൌഫിക്ക NIAയുടെ പിടിയിലുണ്ട് എന്നും പറയുന്നുണ്ട്. ഒക്കെ എന്ത് തന്നെ ആയിരുന്നാലും ഇരിക്കട്ടെ. അപ്പൊ സത്താർക്ക പറഞ്ഞതിനനുസരിച്ച് വീണ്ടും അവരെ കസ്റ്റഡിയിൽ വിട്ടു. ഇപ്പൊ മനസ്സിലായില്ലേ, അനുയായികളാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ പീഡനം സഹിച്ച് പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ നേതാക്കന്മാര് പിടിച്ചു നിന്നില്ല. നേതാക്കന്മാർ എല്ലാ കാര്യങ്ങളും തത്ത പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞു ഇന്ന കിടക്കുന്നു, പണി എരന്നു വാങ്ങുകയും ചെയ്തു. ഇപ്പൊ മനസ്സിലായില്ലേ, നേതാക്കന്മാര് പറയുന്നത് കേട്ട് ചാടിത്തുള്ളി മത്സൻ തില്ലങ്കേരിയുടെയും സന്ദീപ് വാര്യയുടെയും ഒക്കെ ഭാര്യമാർക്ക് വെള്ളത്തുണി വെള്ളസാരി വാങ്ങിക്കാനും വിധവാ പെൻഷൻ അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോമിനും പോയാൽ ഒറ്റയ്ക്കേ ഉണ്ടാവുകയുള്ളൂ എന്നിപ്പോ മനസ്സിലായില്ലേ. ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടാണ് റൌഫ് ഒളിവിൽ പോയത്. ഒരു മരം കടപുഴകി വീണു, നമ്മൾ എന്തിനെയാണോ ആശ്രയിക്കുന്നത്, കടപുഴകി വീഴുമ്പോൾ നമ്മൾ സ്വന്തം പ്രാണരക്ഷാർത്ഥം നോക്കണമെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റും ചാഞ്ഞു കിടക്കുന്ന മരവും ഒക്കെ ഇട്ടിട്ട് സൂചനകൾ നൽകിയിട്ട് തന്നെയാണ് റൌഫിക്ക പോയിരിക്കുന്നത്. അപ്പോ റൌഫിക്കായെ തേടി NIA അലയുന്നുണ്ട്. അതോ NIA കയ്യിൽ വെച്ചിട്ട് അലയുവാണോ എന്ത് തന്നെ ആയിരുന്നാലും ഒരു ഐഡിയയും ഇല്ല. സത്താർക്ക കുഴിച്ച കുഴിയിൽ അനുയായികൾ